Hello guys, welcome back to another new session of English Vibes. This is the continuation of my previous video, and my previous video was about the auxiliary verbs is, am and are. If you haven't watched that video, just go to the link. I'll keep the link in the description. Go and watch it. This is the continuation of that auxiliary verbs is, am and are. So in this particular video, I'll be discussing the auxiliary verbs was and were. First of all, I have to say that there are many common situations that we have to use or we have to include was and were in our daily conversations. I'll tell you some Malayalam sentences. ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു, അവൾ കിച്ചണിലായിരുന്നു, അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു, ദെൻ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മൾ ഒരു മൂവി കാണുകയായിരുന്നു, അവർ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നു, അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. These are some of the Malayalam sentences. ഇതിലൊക്കെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ആയിരുന്നു എന്നാണ്. പഠിക്കുകയായിരുന്നു, കളിക്കുകയായിരുന്നു, കൂട്ടുകാരായിരുന്നു. From this we can understand that these are the sentences in the past. പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു എന്ന് പറയുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണിത്. How can we say that in English? For that we must use the auxiliary verbs was and were. So was and were are the auxiliary verbs with the Malayalam meaning ആയിരുന്നു. ആയിരുന്നു എന്നർത്ഥം വരുന്ന രണ്ട് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് was and were. They show our past state and relationship. നമ്മുടെ കഴിഞ്ഞുപോയ അവസ്ഥ, കഴിഞ്ഞുപോയ നമ്മുടെ ബന്ധങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് നമ്മൾ was and were യൂസ് ചെയ്യുക. Then we will have the confusion that was and were are having the same meaning, ആയിരുന്നു. Then how can we include it in your sentence? Which auxiliary should I use, was or were? We'll have a confusion. For avoiding this confusion, we must know the subjects of these auxiliary verbs. Subjects. Let me tell you. Was is used with singular subjects like I, he, she, it and name. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ was ഉപയോഗിക്കാം, ആയിരുന്നു എന്ന് പറയാൻ. Like that, where is used with plural subjects like you, they, we and names. ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ where യൂസ് ചെയ്യാം. So just understand the meaning of the verbs was and were, ആയിരുന്നു, and the subjects. Was is used with singular and were is used with plural subjects. Now let's try to frame some sentences by using this was and were. Actually we can make 3 types of sentences by using was and were. 3 രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും was and were യൂസ് ചെയ്തിട്ട്. First type is positive sentences. പോസിറ്റീവ് സെൻറ്റൻസസ് മീൻസ് ആയിരുന്നു, എല്ലാം ആയിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ വാസ് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ ആയിരുന്നു. നേരത്തെ വീട്ടിലായിരുന്നു, ഇപ്പോൾ അല്ല എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. പാസ്റ്റിൽ ആയിരുന്നു. ദെൻ ഐ വാസ് സ്റ്റഡിയിങ് മാത്സ്. ഞാൻ മാത്സ് പഠിക്കുകയായിരുന്നു. ഞാൻ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പോൾ ഞാൻ അതല്ല ചെയ്യുന്നത്. ദെൻ ഷീ വാസ് ഇൻ ദ കിച്ചൺ. അവൾ അടുക്കളയിൽ ആയിരുന്നു, ഇപ്പോൾ അല്ല. ഷീ വാസ് കുക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ദെൻ വി വേർ ഫ്രണ്ട്സ്. നമ്മൾ കൂട്ടുകാരായിരുന്നു. വി വേർ വാച്ചിങ് എ മൂവി. നമ്മൾ ഒരു മൂവി കാണുകയായിരുന്നു. നെക്സ്റ്റ്, ദേ വേർ ഫുട്ബോൾ പ്ലെയേഴ്സ്. അവർ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നു. ദേ വേ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇങ്ങനെ ആയിരുന്നു എന്നർത്ഥം വരുന്ന എല്ലാ ടൈപ്പ് സെൻറ്റൻസുകളും പോസിറ്റീവാണ്.
According to the singular and plural subjects, we must change was and were. And in this sentences also, if any action was going on, we must use the ing form of that. അതുപോലെ വാച്ചിങ്, പ്ലേയിങ് അങ്ങനെ ഒരു ആക്ഷൻ വേർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ing ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ആ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. Now let's move on to negative sentences. Negative sentences means ആയിരുന്നില്ല. It is very easy to make a negative sentence by adding not after the auxiliary verbs like was not and were not. So let's take the negatives of our previous positive sentences. മുന്നേ നമ്മളെടുത്ത പോസിറ്റീവ്സിനെ നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. I was not at home. ഞാൻ വീട്ടിലായിരുന്നില്ല. I was not studying. ഞാൻ പഠിക്കുകയായിരുന്നില്ല. She was not in the kitchen. അവൾ അടുക്കളയിൽ ആയിരുന്നില്ല. She was not cooking food. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നില്ല. We were not friends. നമ്മൾ കൂട്ടുകാരായിരുന്നില്ല. പാസ്റ്റിലും നമ്മൾ കൂട്ടുകാരായിരുന്നില്ല. We were not watching a movie. നമ്മൾ ഒരു സിനിമ കാണുകയായിരുന്നില്ല. They were not football players. അവർ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നില്ല. They were not playing football. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസസ്. വോസ് ആൻഡ് വെയർ കഴിഞ്ഞ് നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. Now let's know how to make questions also. In the questions we'll be asking ആയിരുന്നോ, എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ എന്ന് ചോദിക്കാനാണ് questions. It is very important that we must start every question with auxiliary verbs. Yes or no question should be started with auxiliary verbs. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വോസിലോ വേറിലോ വേണം നമ്മൾ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഡോണ്ട് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ് വിത്ത് ദ സബ്ജക്റ്റ്. ഒരിക്കലും ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യരുത്. So let's move on to the questions. Were you at home? നീ വീട്ടിലായിരുന്നോ? Were you studying? നീ പഠിക്കുകയായിരുന്നോ? Was she in the kitchen? അവൾ അടുക്കളയിൽ ആയിരുന്നോ? Was she cooking food? അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നോ? Then were you friends? നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ? Were you watching a movie? നിങ്ങൾ മൂവി കാണുകയായിരുന്നോ? Were they football players? അവർ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നോ? Were they playing football? അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ സബ്ജക്റ്റ് അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വോസിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾക്ക് വേറിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സെൻറ്റൻസ് ഐ വാസ് അറ്റ് ഹോം ആയിരുന്നു. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വേർ യു അറ്റ് ഹോം എന്നാക്കി മാറ്റിയത് വാസ് ഐ അറ്റ് ഹോം എന്ന് ചോദിക്കേണ്ടാത്തത് കൊണ്ടാണ്. ഞാൻ വീട്ടിലായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലാതെ നോർമലി നമ്മൾ ഒരാളോട് നേരിട്ടല്ലേ അധികവും ചോദിക്കാറ്. അതുകൊണ്ടാണ് വേർ യു അറ്റ് ഹോം എന്ന് പറഞ്ഞത്. ബട്ട് ഇഫ് ദർ ഈസ് എനി സിറ്റുവേഷൻ ഞാൻ വീട്ടിലായിരുന്നോ എന്ന് നമുക്ക് തന്നെ ചോദിക്കണമെങ്കിൽ വാസ് ഐ അറ്റ് ഹോം. ദർ ഈസ് നോ മിസ്റ്റേക്ക് ഇൻ ദാറ്റ് സെൻറ്റൻസ്, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ മീനിങ്. So that is all about the session was and where. First of all, the very first step we should know is the meaning of was and where. The meaning of these auxiliary verbs is ആയിരുന്നു. പാസ്റ്റിൽ ആയിരുന്നു എന്ന് പറയാനാണ്. ഇത് പാസ്റ്റിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. Then was is used with singular subjects. Where is used with plural subjects. Then if there is any action or action verb, we must use ing form. ing form ഉപയോഗിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ആ വെർബിൻ്റെ ing ഫോം യൂസ് ചെയ്യുക. ദെൻ വൈൽ മേക്കിംഗ് പോസിറ്റീവ് സെൻറ്റൻസസ്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആയിരുന്നു എന്ന് പറയാൻ സബ്ജക്റ്റ് നോക്കിയിട്ട് വോസോ വേറോ മാറ്റി മാറ്റി ആഡ് ചെയ്യുക. നെഗറ്റീവിൽ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ വോസ് നോട്ട് അല്ലെങ്കിൽ വേർ നോട്ട് യൂസ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസിൽ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വോസ് അല്ലെങ്കിൽ വേറിൽ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം വോസിലോ വേറിലോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി.
And these was and were are also known as be forms. is, am, are പോലെ was and wereും ബിയുടെ ഫോമുകൾ തന്നെയാണ്. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ ബി ഫോംസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇത് പാസ്റ്റ് ആണ്. അപ്പോൾ ബി ഫോംസിൽ നമുക്ക് ഈസ്, ആം, ആർ ആൻഡ് വാസ്, വെയർ ഇത്രയും വേർബ്സ് ഉണ്ട്. Among these, is, am, are used in the present. Was and were are used in the past. That is the difference. So understand the meaning of these auxiliary verbs. Try to frame more sentences and include it in your conversation. Okay, that is all about this new session. I hope that this video will be useful and clear to you. I'll be back with the continuation of these auxiliary verbs. Bye bye.